ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ പോർച്ചുഗൽ ലീഗ് കപ്പിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ബെൻഫിക്കക്ക് സാധിച്ചിട്ടുണ്ട്. സ്പോർട്ടിംഗ് CPI ആണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നിശ്ചിത സമയത്ത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനില പാലിക്കുകയായിരുന്നു. പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ബെൻഫിക്ക സ്പോർട്ടിംഗ് CPI പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിൽ ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ അർജന്റീൻ സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ കിരീടം നേടിയതോടുകൂടി ഡി മരിയ തൻ്റെ കരിയറിൽ ആകെ 36 കിരീടങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ ഉള്ള 5ാമത്തെ താരമായി മാറാൻ ഇപ്പോൾ ഏഞ്ചൽ ഡി മരിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അദ്ദേഹം ഇപ്പോൾ പിന്തള്ളിയിട്ടുള്ളത്. 35 കിരീടങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സമീപകാലത്തൊന്നും കിരീടങ്ങൾ നേടാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏഞ്ചൽ ഡി മരിയ അദ്ദേഹത്തെ മറികടന്നിട്ടുള്ളത്. ഏതായാലും ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ ഉള്ള താരങ്ങളുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. 1ാം സ്ഥാനത്ത് ലയണൽ മെസ്സിയാണ് വരുന്നത്. 47 കിരീടങ്ങൾ മെസ്സി തൻ്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് ഡാനി ആൽവസ് വരുന്നു. 44 കിരീടങ്ങളാണ് ഡാനി ആൽവസ് സ്വന്തമാക്കിയിട്ടുള്ളത്. 3ാം സ്ഥാനത്ത് ആൻഡ്രസ് ഇനിയസ്റ്റ വരുന്നു, 37 കിരീടങ്ങൾ. 4ാം സ്ഥാനത്ത് ബ്രസീലിയൻ താരമായിരുന്ന മാക്സ്വെൽ ആണ് വരുന്നത്, 37 കിരീടങ്ങൾ. 5ാം സ്ഥാനത്ത് ഏഞ്ചൽ ഡി മരിയ വരുന്നു. അദ്ദേഹത്തോടൊപ്പം റയാൻ ഗിഗ്സ് കൂടിയുണ്ട്, 36 കിരീടങ്ങൾ. 6ാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നത്, 35 കിരീടങ്ങളാണ് റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഡി മരിയ ഇപ്പോഴും തൻ്റെ മാസ്മരിക പ്രകടനം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.